ഈ വീട്ടിലേക്കാണോ ഞാൻ എത്തിയത്? അല്ലെങ്കിൽ എന്നെ കണ്ടാൽ അവൻ ഇഷ്ടപ്പെടില്ല. അപ്പോ ഒറ്റയ്ക്ക് മദ്യപിച്ച് ഞാൻ ഇവിടേക്ക് വന്നു എന്നറിഞ്ഞാൽ എന്ത് സംഭവിക്കുമോ? മദ്യപിച്ച് ബോധമില്ലാതെ ഇവന്റെ വീട്ടിൽ ഞാൻ എങ്ങനെ എത്തി? അവന്റെ കണ്ണിൽ പെടുന്നതിന് മുമ്പ് എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് പോകണം. സർ 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 ഇയാളിത് എവിടേക്ക് ഇറങ്ങിപ്പോയതാ? അയ്യോ, എന്നാലിത് എവിടെ പോയി? കാണുന്നില്ലല്ലോ. എവിടെ? അന്വേഷിച്ച മനുഷ്യനെ കണ്ടെത്തിയിട്ടും ഞാൻ തന്നെ കളഞ്ഞു കുളിച്ചു. എന്ത് കഷ്ടാ ദൈവമേ. ഇനി ഞാൻ അയാളെ എങ്ങനെയാ കണ്ടുപിടിക്കുക? ദൈവമേ, എന്തിനാ എന്നെ ഇങ്ങനെ ചതിച്ചേ? പൂജ, എന്താ വല്ലാതിരിക്കുന്നത്? അത് രാത്രി മദ്യപിച്ച് ബോധമില്ലാതെ. എന്ത്? മദ്യപിച്ചെന്നോ? മദ്യപിച്ച് വീട്ടിൽ വന്നോ? അത് ശരി. അപ്പൊ നിനക്ക് ഇങ്ങനത്തെ ശീലങ്ങളൊക്കെ ഉണ്ടല്ലേ? വന്നല്ലോ ഇടിച്ചക്ക. നൃത്തം, യുദ്ധം, ഇപ്പൊ മദ്യം. ഇനി വേറെന്തൊക്കെയുണ്ട് കയ്യില്? ആ, എന്ത് മദ്യം? ഇപ്പൊ നീ തന്നെയല്ലേ പറഞ്ഞത് മദ്യപിച്ച് ബോധം പോയെന്ന്?
ഞാൻ മദ്യപിച്ചിട്ടൊന്നുമില്ല. പിന്നെ ആരാണ് മദ്യപിച്ചത്? പറയ്, മദ്യപിച്ചത് ആരാണെന്ന്. ദൈവമേ, ഇപ്പയാളോട് സത്യം പറഞ്ഞ ഈ ഇടിച്ചൊക്കെ എന്നെ കൊന്നു തിന്നു. അത് പിന്നെ പുറത്താരോ കുടിച്ചിട്ട് നടപ്പുണ്ട്. അങ്ങനെയുള്ള ആൾക്കാരെ കണ്ട എനിക്ക് പേടിയാന്ന് ഞാൻ ആന്റിയോട് പറയായിരുന്നു. അപ്പോഴാ നിങ്ങൾ വന്നത്. രാവിലെ എന്റെ അമ്മയുടെ ഗോസിപ്പ് പറയാൻ വന്നാണോ നീ? ടൈം എത്രയായി? ഈ സമയത്ത് ഡാൻസ് ക്ലാസ് തുടങ്ങേണ്ടതല്ലേ? ജഗ, രാവിലെ തന്നെ എന്തിനാടാ ആ കുട്ടിയെ വഴക്ക് പറയുന്നത്? നിന്റെ അനിയത്തി എണീക്കണ്ടേ? എണീറ്റില്ലെങ്കിൽ എണീപ്പിക്കണം. ഡാൻസ് പഠിപ്പിക്കാനെന്ന് പറഞ്ഞ് വീട്ടിൽ താമസിപ്പിച്ചിരിക്കുന്നത് എന്തിനാണ്? അവൾ ഇനി എഴുന്നേറ്റില്ലെങ്കിൽ എണീപ്പിച്ച് വഴക്ക് പറഞ്ഞിട്ടാണെങ്കിലും അവളെ ഡാൻസ് പഠിപ്പിക്കാൻ വേണ്ടിട്ടല്ലേ? ഭാഗ്യായി മുഖം കഴിയിച്ച് പല്ലും തേപ്പിച്ച് പൗഡർ ഇടിക്കണമെന്ന് പറഞ്ഞില്ലല്ലോ. എന്ത്? അതൊന്നും ചെയ്യാൻ എന്നെ കൊണ്ട് പറ്റില്ല. പറ്റണം. പറയുന്നതെല്ലാം കേട്ടോണ്ട് മിണ്ടാതിരിക്കാനേ ഞാൻ എന്റെ അമ്മയെ പോലെയല്ല. ചെന്ന് ക്ലാസ് തുടങ്ങാൻ നോക്ക്. ആയിക്കോട്ടെ. ഏയ് തൈത്തക്ക, എന്റെ പെങ്ങളെ രാവിലെ വിളിച്ച് ഉറക്കം എഴുന്നേപ്പിക്കുമ്പോ മത്തങ്ങ പോലെ ഈ മുഖം എന്ന് വീർപ്പിച്ച് നിൽക്കരുത്, മനസ്സിലായോ? നല്ല വൃത്തിക്ക് ചിരിച്ച മുഖത്തോടെ നിൽക്കണം. ചെല്. മതിയോ? നിക്ക്. ഇത് തീർന്നില്ലേ? ഈ ചെളി എങ്ങനെ വന്നു? ഇതാരുടെ കാൽപ്പാടുകളാ? എന്തായാലും എന്റെ അമ്മയുടെ പെങ്ങളുടെ അല്ല. വൃത്തിയായിട്ട് നടന്നില്ലെങ്കിൽ എനിക്ക് ദേഷ്യം വരുന്ന അവർക്ക് നന്നായിട്ട് അറിയാം. പിന്നെ ഉള്ളത് നീയാ. ഞാനല്ല. നീയല്ലാതെ വേറെ ആരാ? സാധാരണ പോലെ നടക്കുകയാണെങ്കിൽ ഇങ്ങനെ രണ്ടും കെട്ട രീതിയിൽ നടക്കില്ല. അവിടെ ഒരു കാല് ഇവിടെ ഒരു കാല് ഒരുമാതിരി ചാടി ചാടി പോയതുപോലെ. നീ നടക്കുന്നതും ഡാൻസ് കളിച്ചാണോ? ഞാൻ തന്നെയാ ഡാൻസ് പ്രാക്ടീസ് ചെയ്തപ്പോ പറ്റിയതുപോലെ ഉണ്ടല്ലേ. ഇത് സാധാരണ കാൽപ്പാടുകൾ പോലെ അല്ലല്ലോ. ഷൂ മാർക്കുണ്ടല്ലോ. അയ്യോ, ഇനി എങ്ങനെ രക്ഷപ്പെടും? അത് പിന്നെ അത് ഷൂ മാർക്ക് തന്നെയാ. നിങ്ങളുടെ ഷൂ മാർക്കാ. ഷൂസ് ഇട്ട് ഡാൻസ് കളിച്ചാൽ എങ്ങനെ ഉണ്ടാവും അറിയാൻ നിങ്ങളുടെ ഷൂ ഇട്ടുകൊണ്ട് ഞാൻ ഡാൻസ് പ്രാക്ടീസ് ചെയ്തതാ. എന്റെ ഷൂ നീ എന്തിനിട്ടത്? മാത്രല്ല ഷൂസ് ഇട്ടോണ്ട് ഈ ഭരതനാട്യമൊക്കെ പ്രാക്ടീസ് ചെയ്യാൻ പറ്റുമോ? മോനെ ജഗ, ഈ ചോദ്യങ്ങളൊക്കെ ഇപ്പൊ ആവശ്യമാണോ? മോളെ പൂജ, നീ പോയി പൂർണ്ണി എണീപ്പിച്ച് ഡാൻസ് ക്ലാസ് തുടങ്ങ്. ഓ നിക്ക്. നീ എന്താ കോലത്തെ തമ്പുരാട്ടി വല്ലതാണോ? ഇവിടെ വൃത്തികേടാക്കിയിട്ട് അങ്ങനെ അങ്ങ് പോവാൻ. ആദ്യം ഇതൊക്കെ ക്ലീൻ ചെയ്. ഞാൻ വേലക്കാരിയല്ല, ഞാൻ ഡാൻസ് ടീച്ചറാ. ഇവിടെ തെയ്ത്തൊക്കെ കളിച്ചത് നീ തന്നെയല്ലേ? നീയല്ലേ ഇവിടെ വൃത്തികേടാക്കിയത്? അപ്പൊ പിന്നെ വേറെ ആരും ഒന്ന് ക്ലീൻ ചെയ്യാനാ? മര്യാദ ക്ലീൻ ചെയ്യാൻ അങ്ങോട്ട്. ഡേ ജഗ, രമണി ഉണ്ടല്ലോ, അവള് ചെയ്തോളൂ. മോളെ പൂജ, നീ ചെല്ല്. സ്റ്റോപ്പ്. ആരാണോ വൃത്തികേടാക്കിയത് അയാൾ തന്നെ ക്ലീൻ ചെയ്യണം. എങ്കിൽ മാത്രമേ ഇനി ഒരിക്കൽ കൂടി ആ തെറ്റ് ആവർത്തിക്കാതിരിക്കുള്ളൂ. പെട്ടെന്ന് ആയിക്കോട്ടെ.
ഓർക്കപ്പുറത്ത് മുന്നിൽ വന്നു, പക്ഷെ കാണാതായി. ഇങ്ങനെ സംഭവിക്കുമെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ രാത്രി മുഴുവൻ ഉറങ്ങാതെ ഞാൻ കാവലിരിക്കുമായിരുന്നു. എന്താ പെറുപുറത്തോണ്ടിരിക്കുന്നത്? എനിക്ക് എന്നോട് പോലൊന്നും മിണ്ടാൻ പാടില്ലേ? എല്ലാത്തിലും എന്തിനാ തലയിടുന്നേ? എന്നാ നിങ്ങളുടെ ഇഷ്ടത്തിനാണോ? അല്പം മനസമാധാനത്തോടെ ഞാനൊന്ന് പൂജ ചെയ്തോട്ടെ. എന്താ ഇത്? രാത്രി മൊത്തം ഏട്ടൻ വീട്ടിലെത്തിയില്ലല്ലോ. അതേ എവിടെ പോയത്? ഏട്ടത്തി എന്താ ഒന്നും പറയാത്തത്? ഇന്ന് വരെ അദ്ദേഹം രാത്രി ഇവിടേക്ക് വരാതിരുന്നിട്ടില്ല. വരാൻ പറ്റാത്ത ദിവസങ്ങളിൽ ഫോൺ ചെയ്ത് പറയുമായിരുന്നു. അദ്ദേഹത്തിന് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടാവുമെന്ന് എനിക്ക് നല്ല പേടിയുണ്ട് ഏട്ടത്തി. നമുക്ക് പോലീസിൽ കംപ്ലൈന്റ് ചെയ്താലോ? ഒന്നും പറയാത്തത് എന്താ ഏട്ടത്തി? അപൂർവേ, എന്താണിത്? എന്താ ഏട്ടത്തി ഇത്? അപൂർവ, നീ എവിടെയാ? എനിക്ക് ഓഫീസിൽ പോകാൻ സമയമായി. ചെല്ല്, നിന്റെ ചേട്ടന്റെ മുൻപിൽ പോയി നിന്റെ വിഷമം എന്താന്ന് വെച്ചാ പറയ്. ഞാനല്ലേ പറയുന്നത്, നീ ചെല്ല്. മോളെ മീരെ, ഇതെന്താണ് മോളെ? നെറ്റിയിൽ പൊട്ടില്ലല്ലോ. ഏട്ടാ, നമ്മുടെ മീരയുടെ നെറ്റിയിലെ കുങ്കുമം മായ്ക്കാനായിട്ട് കുറച്ചുപേര് മോഹിക്കുന്നുണ്ട് ഏട്ടാ. മോഹം മാത്രമല്ല, അവര് നന്നായിട്ട് ശ്രമിക്കുന്നുണ്ട്. നീ എന്താണ് പറയുന്ന അപൂർവ? എന്റെ പെങ്ങളുടെ നെറ്റിയിലെ പൊട്ട് മായ്ക്കാൻ നോക്കുന്നത് എന്തിനാ? ചോദിക്കേ, ദേ വരുന്നുണ്ടല്ലോ. ഈ പ്രശ്നത്തിന് സമാധാനം പറയേണ്ട ആള് കൃഷ്ണൻ തന്നെയാ. വാ കൃഷ്ണ, വാ. നിന്റെ ഭാര്യയുടെ മുഖത്തെ പൊട്ടെവിടെന്ന് ചോദിക്കുമായിരുന്നു ഏട്ടൻ.
മീരയുടെ നെറ്റിയിൽ ഇനി പൊട്ടുണ്ടാവരുതെന്ന് നിനക്ക് എന്തെങ്കിലും ആഗ്രഹം ഉണ്ടോന്ന് പറ കൃഷ്ണ. എന്തൊക്കെയാണ് പറയുന്നത്? അതിന് എന്റെ ഭാര്യയുടെ നെറ്റിയിൽ പൊട്ടുണ്ടാകരുതെന്ന് ഞാൻ എന്തിനാണ് ചിന്തിക്കുന്നത്? അങ്ങനെ ഒരു ഉദ്ദേശമേ ഇല്ലെന്നാണോ? എങ്കിൽ നിനക്ക് ബലിയിടാൻ വേണ്ടി നിന്റെ മുൻ എന്തിനാ ശ്രമിച്ചെന്ന് പറ. ശരി, ഇതിനുള്ള ഉത്തരം പറ. ആ കാര്യം അറിഞ്ഞിട്ടും അവന്റെ ചെവിടടിച്ച് പൊട്ടിക്കാതെ നീ ഇങ്ങനെ പ്രതികരിക്കാതെ നടക്കുന്നത്. വാട്ട്? എന്താ പറഞ്ഞേ? അവൻ എന്റെ പെങ്ങളുടെ ഭർത്താവിന് ബലിയിടാൻ ശ്രമിച്ചെന്നോ? എന്റെ പെങ്ങളെ ഭർത്താവ് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ വിധവയാക്കി നടത്താൻ ശ്രമിച്ചെന്നോ? അതെ ഏട്ടാ. സ്വന്തം അമ്മയുടെ നെറ്റിലെ പൊട്ടുമാഞ്ഞാൽ അവന് യാതൊരു പ്രശ്നം ഉണ്ടാവില്ല. പക്ഷെ നമുക്ക് നമ്മുടെ മീരയുടെ നെറ്റിലെ പൊട്ടുമാഞ്ഞ സഹിക്കാൻ പറ്റുമോ ഏട്ടാ? മനസ്സ് സമ്മതിക്കില്ലല്ലോ ഏട്ടാ. പക്ഷെ ഇവിടെ അത് നടക്കാൻ അവർ ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് KP ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ബലിയിടാൻ വേണ്ടിയിട്ട് അവർ ശ്രമിച്ചത്. അവരങ്ങനെ ചെയ്യാൻ ശ്രമിച്ചതിന്റെ പേരില് നമ്മുടെ കൃഷ്ണപ്രസാദിന് എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ അപ്പ സങ്കടപ്പെടാൻ പോകുന്നത് ആരാ? നമ്മുടെ മൊത്തം കുടുംബത്തെ അത് ബാധിക്കില്ലേ? നമുക്കതെങ്ങനെ, നമ്മുടെ മീര എങ്ങനെ സഹിക്കും? ഇങ്ങനൊരു കാര്യം ചെയ്തപ്പോ തന്നെ എന്തിനാ ഇങ്ങനെ ചെയ്തെന്ന് ചോദിച്ച് ശിക്ഷിക്കാതെ ഇങ്ങോട്ട് കയറി വന്നത് എന്തിനാന്ന് ചോദിക്കേട്ടാ. അതിന്റെ അർത്ഥം എന്താ? അവൻ എന്ത് ചെയ്താലും പ്രശ്നമില്ലെന്നല്ലേ? നമ്മുടെ മീര വിധവയായി നടന്നാലും ഒരു പ്രശ്നമില്ലെന്നാണോ? സത്യത്തില് കൃഷ്ണന്റെ ഉദ്ദേശം എന്താന്ന് എത്ര ആലോചിച്ചിട്ടും എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല ഏട്ടാ. അവൻ എന്തിനാ ബലിയിട്ടെന്ന് മനസ്സിലാവുന്നില്ല. ആലോചിച്ചോക്ക്, ഏട്ടനായിരുന്നു ഈ സ്ഥാനത്തെങ്കില് കൊന്ന് കാട്ടിലെറിഞ്ഞേനെ. അയ്യോ, എന്താ കൃഷ്ണപ്രസാദ്, അപൂർവ പറഞ്ഞ കാര്യങ്ങൾ സത്യമാണോ? നിന്റെ മകൻ നിനക്ക് ബലിയിടാൻ ശ്രമിച്ചോ? അത് പിന്നെ ബലിയിടാൻ ശ്രമിച്ചോ ഇല്ലയോ? കാര്യം അതല്ല. അവരുടെ വീട്ടിൽ അന്ന് ഇത്രയും നാൾ എന്ത് ചെയ്താലും പ്രതികരിക്കാതെ വിട്ടപ്പോ ഇപ്പോഴും അവൻ എന്റെ പെങ്ങളുടെ ജീവിതത്തിൽ തൊട്ട് തന്നെ കളിക്കാൻ നോക്കുകയാണല്ലേ? അങ്ങനെയല്ല, അവനെന്തോ ദേഷ്യത്തിൽ. ഇപ്പോഴും നീ അവരുടെ പക്ഷം പിടിക്കുകയാണോ? നിന്റെ മകന്റെ തെറ്റ് നിനക്ക് ക്ഷമിക്കാൻ സാധിക്കുമായിരിക്കും. പക്ഷെ അവൻ ചെയ്ത തെമ്മാടിത്തരത്തിന് എന്തെങ്കിലും അനിഷ്ടം സംഭവിച്ച് സത്യത്തിൽ നിനക്ക് എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ അവന്റെ തെറ്റുകൾ ഇതുവരെ നിന്റെ നേരെ ആയിരുന്നത് കൊണ്ട് മാത്രമാണ് ഞാൻ അവനെ വെറുതെ വിട്ടുകളഞ്ഞത്. എന്നാലിപ്പോ അവന്റെ തെറ്റുകൾ എന്റെ പെങ്ങളുടെ നെറ്റിയിലെ പൊട്ടുവരെ എത്തി. ഇനി ഞാൻ അവനോട് ക്ഷമിക്കില്ല. ഇനി അവന്റെ അന്ത്യം ഞാൻ കാണും.